കാസർഗോഡാറേ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. തൊട്ടിൽ കെട്ട്, സുന്നത്ത് കല്യാണം, കാതുകുത്ത്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഇവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത്. ഇതെൻ്റെ കസിൻ്റെ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ട് ഫംഗ്ഷനാണ് കേട്ടോ. അന്നത്തെ ദിവസം കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ, എന്തേലും ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നായിരിക്കും നമുക്ക് എവിടെയില്ലാത്ത ഓർഡേഴ്സൊക്കെ വരിക. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടികളൊക്കെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ തന്നെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ മാക്സിമം കേക്കൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് 3-4 കേക്ക്സൊക്കെ രാത്രി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞിന് തൊട്ടിലിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 7, 14, 21 അങ്ങനെ 7ൻ്റെ ഗുണന പട്ടിക ഉണ്ടല്ലോ, ആ ഒരു കണക്ക് വെച്ചിട്ടാണ് തൊട്ടിൽ കെട്ടുന്നത്. തൊട്ടിൽ രാവിലെ തന്നെ കിടത്താനായിട്ട് കുട്ടിയുടെ ഉമ്മയും ഉപ്പയും അങ്ങനത്തെ കാരണവന്മാരൊക്കെ രാവിലെ തന്നെ പോകും, സമയം നോക്കിയിട്ട് പോകും കേട്ടോ. നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാനാവുന്ന സമയത്ത് പോവാണ്. നമ്മളും നേരത്തെ പോവേണ്ടതായിരുന്നു, എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് ലേറ്റായിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് അത് ഡെലിവറി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പോയിട്ട് ഇതാ തൊട്ടിൽ കെട്ട് ഫംഗ്ഷൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അധികവും പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ. തൊട്ടിൽ കെട്ടിൽ ചെക്കൻ്റെ വീട്ടിൽ കെട്ടും, എന്നാലും അധികവും പെണ്ണിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കസിന്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.